ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങോട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പാലക്കാട്ടെ കാര്യം, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വയനാട് വരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ്. അതിൽ ശരിക്കും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. അപ്പോ BJP സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും? അതോടൊപ്പം തന്നെ ഇനിയിപ്പോ LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ആര് മത്സരിക്കും? അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പാലക്കാട്ടെ കാര്യം. പാലക്കാട്ട് ആ ഒരു സീറ്റ് അത് തീർച്ചയായിട്ടും വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സീറ്റിൽ ഇത്തവണ ആരൊക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയുമായിട്ട് വരുന്നത്? തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടമായി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു പാലക്കാട് മണ്ഡലം തീർച്ചയായിട്ടും വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നതിൽ പിന്നാലെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പേരെന്ന് പറയുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ പലരും ആഗ്രഹിക്കുന്ന BJPയിൽ തന്നെ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് മത്സരിക്കണം എന്ന് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് മാത്രം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് ആ ഒരു തരത്തിൽ ഹൈലൈറ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് എതിരായി മത്സരിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ BJPയിൽ അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു തരത്തിൽ എവിടെ നിന്നാലും ഒരു വലിയ ഓളമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ ഏത് സ്ഥലത്ത് പോയി നിന്നാലും അവിടെ വോട്ട് എത്രയാണോ അതിൽ കൂടുതൽ നേടിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവണം ശോഭാ സുരേന്ദ്രൻ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടാനും കാരണം BJPയിൽ മറ്റു പല നേതാക്കന്മാരും ഉണ്ട് മത്സരിക്കാനായിട്ട്. പക്ഷെ അവരുടെ എല്ലാം പേരുകൾ തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ചോദ്യം വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാലക്കാട് ആര് മത്സരിക്കണം എന്നുള്ള തരത്തിൽ BJPയിൽ നിന്നും എന്നുള്ള രീതിയിലുള്ള ചോദ്യം വയ്ക്കുകയാണെങ്കിൽ തന്നെയും അത് ശരിക്കും ഞറക്ക് വീഴുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശോഭാ സുരേന്ദ്രന്റെ പേരിനായിരിക്കും മുൻതൂക്കം കൂടുതൽ എന്നതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJPക്ക് വളരെയധികം സ്വാധീനമുള്ള സ്ഥലമാണ്. വോട്ട് ഷെയർ അത്രത്തോളം ഉയർത്താൻ സാധിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ BJP ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു വലിയ പോരാട്ടം അവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന വണ്ണമുള്ള ഒരു പോരാട്ടം നടത്താനും സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും BJPക്ക് അത്രയ്ക്കും ശക്തിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് 3 പാർട്ടികൾക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യവും ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് വയനാട് വരുമ്പോഴത്തേക്കും വയനാട്ടിലും ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ശോഭാ സുരേന്ദ്രൻ എന്ന പേര് വലിയ തോതിൽ വ്യാപിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നു. അപ്പോ ആ ഒരു തരത്തിൽ എതിരാളിയായിട്ട് ഒരു വനിതാ നേതാവ് തന്നെ വന്ന് മത്സരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവ് വന്ന് മത്സരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലൊരു മത്സരം അവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് ഷെയർ കുറയ്ക്കാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരും. 2024 പാർലമെന്റ് ഇലക്ഷൻ ഈ വയനാട്ടിലെ സുരേന്ദ്രനാണ് അവിടെ നിന്ന് മത്സരിച്ചത്. സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിന്റെയും വോട്ട് ഷെയർ ഇത്തവണ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വരുമ്പോഴത്തേക്കും വോട്ട് ഷെയർ കോൺഗ്രസ് നിലനിർത്തുക എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് ആയാൽ പോലും ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രിയങ്ക ഗാന്ധി വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം കുറയുമോ അതോ അത് നിലനിർത്താൻ സാധിക്കുമോ, അത് കൂടുമോ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ LDFയിൽ നിന്നും BJPയിൽ നിന്നും ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്തുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോഴാണ് ഈ പേരുകളൊക്കെ അവിടെ ഇങ്ങനെ കേൾക്കുന്നത്. എന്തായാലും പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി എന്തായാലും ആലപ്പുഴയിൽ ഇത്തവണ നേടിയ ഒരു നേട്ടം അത് വലിയൊരു നേട്ടം തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലം ഒന്നും അല്ലാതിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ.
പക്ഷേ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും BJPക്ക് വലിയൊരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ മാറിയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം 3 ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഒറ്റയടിക്ക് നേടിയെടുത്തത്. അത് തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ വലിയ നേട്ടത്തിനുള്ള ഒരു തുടക്കമായി തന്നെ ആലപ്പുഴയെ കാണാൻ സാധിക്കുമെന്നുള്ളതും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ആലപ്പുഴ വിട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനായിട്ട് പാലക്കാടോ അല്ലെങ്കിൽ വയനാട്ടിലോ ഒക്കെ പോയി മത്സരിക്കുമെന്നുള്ളത് ശരിക്കും അതിന്റെ ആവശ്യകത ഇപ്പോഴുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ആലപ്പുഴയ്ക്കായിട്ട് ആലപ്പുഴയോടൊപ്പം ആലപ്പുഴയുടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളത്. ശരിക്കും ശോഭാ സുരേന്ദ്രൻ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് BJPക്ക് വളരെ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ആലപ്പുഴയിൽ നിന്നും നേടിയെടുത്ത ആ ഒരു നേട്ടം അത് പോകെ പോകെ, അതായത് ഇനിയുള്ള നാളുകളിൽ അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അതൊരു വിജയത്തിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന തലത്തിലേക്കും വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ശോഭാ സുരേന്ദ്രൻ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ എവിടെ പോയി മത്സരിച്ചാലും വോട്ട് ഷെയർ ഉയർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല വേണ്ടത്, BJPക്ക് വോട്ട് ഷെയർ മാത്രം ഉയർത്താനായിട്ടുള്ള ഒരാളായിട്ട് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി വേണ്ടത്. വിജയത്തിലേക്ക് എത്താൻ പാകത്തിന് ആ ഒരു രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു സ്ഥലം തന്നെ ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് മത്സരിച്ച് അവിടെ നിന്ന് പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴ തന്നെ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് അടുത്ത ഇലക്ഷനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വിട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പാലക്കാടോ അല്ലെങ്കിൽ ഈ പറയുന്ന വയനാട്ടിലോ ഒക്കെ വന്ന് മത്സരിക്കുമെന്നുള്ളത് ശരിക്കും ചാൻസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ആലപ്പുഴ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന കണക്കായിരിക്കും. പാർട്ടി ആയാൽ പോലും ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കുമെന്നുള്ളതും ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ തന്നെ മറ്റ് ഏത് വലിയൊരു സ്ഥാനാർത്ഥിയെ അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതും BJPയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി മറ്റേത് ഒരു വ്യക്തിയായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന പാലക്കാട് അല്ലെങ്കിൽ വയനാട്ടില് ഒക്കെ BJP നിർത്തുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.